ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു വർഗീയ പരാമർശങ്ങൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽക്കേ വടകരയിൽ വാക്പോര് തുടങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടും വടകരയിലെ പ്രശ്നങ്ങൾക്ക് അവസാനമുണ്ടായിരുന്നില്ല. ആരോപണ പ്രത്യാരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും കാര്യമായി നടന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര. LDFിൻ്റെ ശൈലജ ടീച്ചറും UDFിൻ്റെ ഷാഫി പറമ്പിലും തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്ത് TP ചന്ദ്രശേഖരൻ മുതൽ ബോംബാക്രമണവും ഒടുവിൽ സൈബർ ആക്രമണവും വരെ എത്തി നിന്നിരുന്നു. അതോടൊപ്പം വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിൻ്റെ മതം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഷാഫിയെ അനുകൂലിച്ചും ശൈലജ ടീച്ചറെക്കുറിച്ച് മോശം പരാമർശം നടത്തി എന്നുള്ള ആരോപണങ്ങളും നിലനിന്നിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റ് സൈബർ ഇടങ്ങളിലും ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചർ പരാമർശങ്ങൾ, പ്രത്യേകിച്ചും ഷാഫിയുടെ മതം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെ മതം ഒരു ചർച്ചാ വിഷയമാക്കി മുന്നോട്ട് വെച്ചത്? തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ വടകരയെ സംബന്ധിച്ചിടത്തോളം വാക്പോരും സൈബർ പോരും പരിധി വിട്ടുപോയിരുന്നു. ഷാഫി പറമ്പിലിനെതിരെ ശൈലജ ടീച്ചറെ പിന്തുണച്ചുകൊണ്ട് ഇടത് നേതാക്കളും രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിനെയും ഷാഫി പറമ്പിലിനെയും ഏറെ പ്രതിരോധത്തിലാക്കിയ വിഷയമായിരുന്നു ശൈലജ ടീച്ചറുടെ ആരോപണങ്ങൾ. അതേസമയം തന്നെ മതം പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം CPM നടത്തി എന്നുള്ള ആരോപണങ്ങളും നിലനിന്നിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ മതം എന്തുകൊണ്ട് വടകരയിൽ ഒരു ചർച്ചാ വിഷയമാക്കി എന്നതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും വടകര MPയുമായിരുന്ന K മുരളീധരൻ. തിരഞ്ഞെടുപ്പ് വേളയിൽ മണ്ഡലത്തിൽ ഉടനീളം ഷാഫി പറമ്പിലിൻ്റെ മതം പറഞ്ഞുള്ള പ്രചരണം CPM ഉയർത്തിയെന്ന കോൺഗ്രസിൻ്റെ ആക്ഷേപം നിലനിൽക്കെയാണ് മുരളീധരനും ഈ വിഷയത്തിൽ തൻ്റെ നിലപാടറിയിച്ചത്. വടകരയിൽ CPM അരുതാത്ത പല കാര്യങ്ങളും ചെയ്തെന്നും ഷാഫി ജയിച്ചാൽ വടകര എന്നേക്കുമായി നഷ്ടമാകുമെന്ന ഭയമാണ് CPMനെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. വടകര ബാലികേറാമലയാകുമെന്ന ചിന്ത കൊണ്ടാണ് CPM വടകരയിൽ അരുതാത്ത പലതും ചെയ്തത്. അതുകൊണ്ടാണ് മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രനും താനും മത്സരിച്ചപ്പോൾ ഒന്നും ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നതെന്നും മുരളീധരൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഷാഫിയുടെ മതവും ഒരു ഘടകം തന്നെയാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. അതേസമയം 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരം കടന്നു വന്ന മുരളീധരൻ വൻ ഭൂരിപക്ഷത്തിൽ വെന്നിക്കൊടി പാറിച്ചിരുന്നു. എന്നാൽ ഇക്കുറിയും ഇവിടെ രണ്ടാമൂഴം കിട്ടുമെന്ന് കരുതിയ മുരളീധരനെ അവസാന നിമിഷം തൃശ്ശൂരിലേക്ക് പറിച്ചു നടുകയായിരുന്നു. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തുന്നത്. ഇത്തവണ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു വടകരയിൽ. ഇടത് കോട്ടയായ വടകരയിൽ ജയിക്കാനായി പല തന്ത്രങ്ങളും UDF മെനഞ്ഞു. അതിനെ തടയാനും മുന്നേറ്റമുണ്ടാക്കാനും LDFും ശ്രമിച്ചു. എന്തായാലും സ്ഥാനാർത്ഥികളുടെ മതവും രാഷ്ട്രീയവും ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട വടകരയിൽ ആര് മുന്നേറുമെന്ന് കാണേണ്ടിയിരിക്കുന്നു.